അതായത് ഈ വൻകുടൽ ക്യാൻസർ, മലാശയ ക്യാൻസർ ഒക്കെ വരുമ്പോഴത്തേക്കും ചില സാഹചര്യങ്ങളിൽ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് പേഷ്യൻസ് വരിക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കുടൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകുന്ന പോകുന്ന സാഹചര്യത്തിലൊക്കെ വരും. കാരണം ഇവര് വെച്ചൊന്ന് ശ്രദ്ധിക്കാതെ മോഷന് കൂടെ ബ്ലഡ് പോകുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അവർ പുറത്ത് പറയാതെ കൊണ്ടുനടന്ന് ലാസ്റ്റ് സ്റ്റേജ് 4 വരുമ്പോഴത്തേക്കും കുടൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോകും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുടൽ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സ്റ്റേജിലാണ് ഈ കൊളോസ്റ്റമി ഒക്കെ വേണ്ടിവരും. ആ സ്റ്റേജിൽ വൻകുടലെടുത്ത് കട്ട് ചെയ്ത് പുറത്ത് കൊണ്ട് വെക്കുന്ന വയറിന്റെ ഭിത്തിയോട് ചേർന്ന് മോഷൻ പുറത്തു പോകുന്ന രീതിയിൽ ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പൊ വയറിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും വയറിന്റെ സൈഡിൽ കൂടെ ആയിരിക്കും മോഷൻ പോകുക. അത് താൽക്കാലികമായിട്ട് ഒരു ബാഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് വെൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടും ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ വന്നിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 2-3 മാസത്തേക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റ് എല്ലാം കൂടെയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് സേഫ് ആയിട്ട് തിരിച്ച് താഴെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്ത് കൊണ്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പേഷ്യന്റിന് ചിലപ്പോൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ഒരു കൊളോസ്റ്റമി ഒഴിവാക്കാതെ അത് ചെയ്ത് ബെറ്റർ ആയിട്ട് റിക്കവർ ചെയ്തതിന് ശേഷം താഴെ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് 100% സേഫ്. അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു തൽക്കാലത്തെ ബുദ്ധിമുട്ട് നമ്മൾ നോക്കാതെ ആളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ.